ന്യൂയോർക്കിലുള്ള പുതിയ പാർട്ടിയുടെ പേരിൽ ബാങ്കിൽ സെപ്പറേറ്റ് LC ഓപ്പൺ ചെയ്യാം. ടോക്കിയോയിലേക്കുള്ള കാർഗോ പോയോ? നാളെ ഷിപ്മെന്റ് കിടക്കും. യെസ്. സാറോ ഇരിക്കണം സാർ. ഓഫീസിൽ തിരക്കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. വന്നപ്പോ ചന്ദ്രൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് സാറിനെ കാണുമെന്ന്. അതാ ഞാൻ ഫോൺ ചെയ്തു. പക്ഷെ സാർ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും ദിവസം? യുനോ മീര വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണമെന്ന് തോന്നി. അല്ല, ബാംഗ്ലൂരിലെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണിപ്പോ. സാറിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കാർ കിട്ടിയിട്ടുണ്ട്. ഒരു പഴയ ഫോർഡ് കാർ. അതിപ്പോ ബ്രേക്ക് ഡൗൺ ആയി ഇവിടെ ഒരു വർക്ക്ഷോപ്പിലുണ്ട്. ആരാണ് സാർ വണ്ടിയുടെ ഓണർ? മോഷ്ടിച്ച വണ്ടിയാകാനാണ് സാധ്യത. കാരണം കള്ള രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു അതിൽ. RC ബുക്കോ ടാക്സ് ടോക്കണോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ വണ്ടിയുടെ ഗ്ലോ കമ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയതാ. ബ്ലൂ നൈൽ റെസ്റ്റോറന്റ്. ഏതാ ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റ്? അറിയില്ല സാർ. ഈ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന അറിയാൻ വേണ്ടി ചോദിച്ചാ. വരട്ടെ. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയോ ജോണി? ഇല്ല സാർ. ഉണ്ടെങ്കിൽ പറ, അന്വേഷണം നിർത്തി ഫയൽ ക്ലോസ് ചെയ്യാം. ഒരു നുണ സത്യമാക്കാനുള്ള കഴിവൊന്നും ഈ മുഖത്തിനില്ല. പിന്നെ ജോണിയുടെ ബാംഗ്ലൂർ കഥയൊന്നും എനിക്കത്ര വിശ്വാസമായിട്ടില്ല. കൂടുതൽ വല്ലതും ആ CI ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം മുട്ടി ഞാൻ കുഴഞ്ഞു പോയനെ. സത്യം തുറന്നു പറയാമായിരുന്നില്ലേ അയാളോട്? പറയാമായിരുന്നു, കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിന് ശേഷമായിരുന്നെങ്കിൽ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു ജോണി. നമ്മളെന്തോ വലിയ തെറ്റു ചെയ്യുന്നു എന്നൊരു തോന്നൽ. CI കാറിന്റെ കാര്യമല്ലാതെ വേറെ വല്ലതും പറഞ്ഞോ? ബ്ലൂ നൈൽ റെസ്റ്റോറന്റ് എന്ന് എഴുതിയ ഒരു കടലാസ് കിട്ടിയെന്നു കാറിന്റെ ഗ്ലോ കമ്പാർട്ട്മെന്റിൽ നിന്ന്. ആ ഹോട്ടൽ ഏതാന്ന് CI എന്നോട് ചോദിച്ചു. അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. മോനെ, ഡാഡി വിളിക്കുന്നു. അച്ചേട്ടാ. ഓ, എന്താ മോളെ? അന്നൊരു ഹോട്ടലിന്റെ പേര് പറഞ്ഞില്ലേ? സാംസന്റെ. സാംസന്റെയോ? ബ്ലൂ നൈൽ റെസ്റ്റോറന്റ്. എന്താ ചോദിച്ചത്? ജോണി എവിടെ? പീറ്ററുടെ കൂടെ പുറത്തേക്ക് പോയി. എന്താ മോളെ? ഈ ബ്ലൂ നൈൽ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥൻ സാംസൺ. ജോണി എന്നോടെല്ലാം പറഞ്ഞു. കാറിൽ നിന്നൊരു കടലാസ് കിട്ടിയതുകൊണ്ട് അയാളാണ് കുഞ്ഞിനെ കടത്തിയെന്ന് സംശയിക്കണോ? സാംസണെ മീര അറിയാത്തതുകൊണ്ട് അവനെ സംശയിക്കാമെങ്കിൽ എനിക്ക് പീറ്ററെ സംശയിക്കാം, ചന്തുവിനെ സംശയിക്കാം. എന്റെ കൂടെ ആയിരുന്നു സാംസൺ ഒരുപാട് കാലം. എന്നോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളവനാ. ചെട്ടിയാരുടെ കാര്യത്തിൽ എനിക്കൊരു അബദ്ധം പറ്റി, എടുത്തു ചാടി. വീണ്ടും അത് ആവർത്തിക്കണോ? മോള് സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും കേട്ടോ. ഹലോ, ചന്തുവാ സംസാരിക്കുന്നത്. സംഗതിയാകെ കുഴഞ്ഞിരിക്കുകയാണ്. എറണാകുളത്ത് വർക്ക്ഷോപ്പിൽ കയറ്റിയിരുന്ന വണ്ടിയിൽ നിന്ന് നിന്റെ ഹോട്ടലിൽ ഒരു ബില്ല് കേരള പോലീസിന് കിട്ടിയിട്ടുണ്ട്. ജോണി മീര അത് അറിഞ്ഞു കഴിഞ്ഞു. ലോറൻസ് സാർ അവരെ സമാധാനിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏതായാലും നിന്നെ സംശയമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ തിരിച്ചു തരണം. ഇനിയും നിന്റെ കസ്റ്റഡിയിൽ ഇരുന്നാൽ ആപത്താണ്. എന്നിട്ട് ബാക്കി കരുക്കളൊക്കെ ഞാൻ നീക്കിക്കോളാം. ഓഹോ, എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണല്ലേ? ഇല്ല സാംസൺ, നിനക്ക് തരുമെന്ന് പറഞ്ഞ മുഴുവൻ തുകയും ഞാൻ തരും, നാളെ തന്നെ. അത് പറ്റില്ല. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് നമ്മുടെ ടേംസിൽ ഒരു ചെറിയ ചേഞ്ച്. നീ ലോറൻസിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പണം നമുക്ക് 50-50 ആക്കാം. സാംസൺ,
തമാശ പറയാനുള്ള സമയമല്ലത്. അത് തന്നെയാ ഞാനും പറയുന്നത്. ചന്തു, തമാശ കളഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കൊന്നിച്ച് ലോറൻസിനെ നേരിടാം. അതിന് സമയമായിട്ടില്ല. ഓഹോ, നിന്റെ ജാതകം ശരിയാകുന്നത് വരെ ഞാൻ കാക്കണോ അല്ലേ? അതിന് ഞാൻ തയ്യാറാണ്. കൂടുതലൊന്നും ഫോണിലൂടെ സംസാരിക്കണ്ട. നാളെ വൈകിട്ട് 5 മണിക്ക് ഖണ്ടാലയിലുള്ള റെഡ് ഹിൽസിൽ നീ എത്തണം കുട്ടിയുമായി. ഇല്ല, അത് നടക്കില്ല. സാംസൺ, എന്നെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നാളെ പറഞ്ഞ സമയത്ത് നീ റെഡ് ഹിൽസിൽ എത്തിയിരിക്കും. ചന്തു നിസാരനല്ല. വേണ്ടി വന്നാൽ അവൻ ലോറൻസിന്റെ സന്നാഹങ്ങൾ പോലും നമുക്കെതിരായി ഉപയോഗിച്ചു കൂടുന്നില്ല. നീ പേടിക്കാതെ, നീ ചെന്ന് ചെട്ടിയാരെ കാണുക. അയാൾ നമ്മളെ സഹായിക്കാതിരിക്കില്ല. ലോറൻസിനെ നേരിടാൻ അയാൾക്കൊപ്പം ശക്തനായിട്ട് ഇപ്പൊ ബോംബെയിൽ ചെട്ടിയാർ മാത്രമേ ഉള്ളൂ. എന്നടാ സാംസൺ, എന്നാ സമാചാരം? കലങ്കി പോയിരിക്ക? ഞാൻ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. ചെട്ടിയാർ എന്നെ സഹായിക്കണം. ஆஹா, என்ன ஆபத்து? என்ன உதவி வேணும்? എല്ലാം ചെട്ടിയാർക്ക് അറിയാമല്ലോ. ஏன்டா உனக்கு எவ்வளவு தைரியம் இருந்தா அந்த லாரன்ஸோட பேரனை கடத்திட்டு போய் அவனையே பிளாக்மெயில் பண்ணிருப்ப. ഞാനല്ല ചെട്ടിയാർ, ആ ചന്തു എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. நீ அப்படி சொன்னா அதை யார் நம்புறது? இப்ப குழந்தை உங்ககிட்ட தான் இருக்கு. ആമാ, ചെട്ടിയാർ എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് വേറെ ആരുമില്ല. உனக்கு உதவி பண்றதுனால எனக்கு என்னடா பிரயோஜனம்? അത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. உனக்கு நான் ஹெல்ப் பண்றேன். ஆனா முதல்ல அந்த குழந்தைய என்கிட்ட ஒப்படைச்சிரு. ചന്തു, സാംസൺ, ഇതിൽ 2 ലക്ഷം രൂപയുണ്ട്. നീ പറഞ്ഞതിൽ 50,000 കൂടുതൽ. ഇനി ആ കുഞ്ഞിനെ അന്നേക്ക്. മനസ്സിലായില്ല? ചെയ്ത ജോലിക്കുള്ള കൂലി മനസ്സിലായില്ലേ? ഓഹോ, ഈ പിച്ചക്കാശ് തരാൻ വേണ്ടിയാണോ എന്നോട് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പറഞ്ഞത്? 2 കൂലിത്തല്ലുകാരെ കൂടെ വിട്ട് തന്നതിനും കുറച്ചു ദിവസം കുഞ്ഞിനെ സൂക്ഷിച്ചതിന് ധാരാളം മതി. കൊള്ളാം നിന്റെ ബുദ്ധി. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ലോറൻസിനോട് നീ ഒറ്റയ്ക്ക് വിലപേശി കൊള്ളാമെന്നല്ലേ? കിട്ടുന്ന ലക്ഷങ്ങൾ അങ്ങനെ നിനക്ക് ഒറ്റയ്ക്ക് തട്ടാമല്ലോ. അതെന്റെ സൗകര്യം. കുഞ്ഞിനെ തന്നില്ലെങ്കിലോ? സാംസൺ, കുഞ്ഞ് നിന്റെ പക്കലുണ്ടെന്ന് ലോറൻസ് അറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, അലക്സ് നിന്റെ കൂടെ ഉള്ള ആളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് കേക്ക്. ഈ പണം വാങ്ങി കുറച്ചു ദിവസം നീ ഇവിടെ നിന്ന് മാറിയിക്ക്. ഇല്ലെങ്കിൽ നിന്റെ ബോസ് എന്നെ കൊല്ലുമായിരിക്കും അല്ലേ? ഒപ്പം നീയും എന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് മതി. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. കുഞ്ഞിന് വേണ്ട. സൗകര്യമില്ല തരാൻ. ഇനി ടേംസ് ഞാൻ സംസാരിക്കും, നീ അനുസരിക്കും. ലോറൻസിനെ ചൊല്ലിയുള്ള ഭീഷണികൾ എന്റെ അടുത്ത് ചെലവാകില്ല. അതിന് വരട്ടെ, ഞാൻ നേരിട്ടോളാം. സാംസൺ, സാംസൺ, കുഞ്ഞെവിടെ? എന്നെ ഇനി ഒന്നും ചെയ്യരുത്. കുഞ്ഞെന്റെ പക്കലില്ല. ചെട്ടിയാർ കൊണ്ടുപോയി. ചെട്ടിയാർ അയാളുടെ വീട്ടിലുണ്ടാവില്ല. ലോനാവില്ലയിലുള്ള അയാളുടെ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോയിട്ടുണ്ടെന്ന് ഗുർബച്ചൻ സിംഗിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പീറ്റർ എവിടെ? താഴെയുണ്ട്. വാഹനങ്ങളും ആളുകളും റെഡി ആയിട്ടുണ്ട്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ജോണിയും മീനും തനിച്ചല്ലേ ഉള്ളൂ. എന്തെങ്കിലും മെസ്സേജ് കിട്ടിയാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ശരി സാർ.
उस तरफ जाओ। चलो जाओ जल्दी। லாரன்ஸ், நீ புத்திசாலின்னு எனக்கு நல்லா தெரியும். கூட்டத்தோட வந்து செட்டியார புடிச்சிடலாம்னு நினைச்சிடாத. இப்படி கலாட்டம் பண்ண உன் பேர குழந்தையோட உயிருக்கு பாதுகாப்பே இருக்க. மறுபடியும் உன்னை நான் வார்னிங் பண்ண வேண்டாம்னு நினைக்கிறேன். நாளைக்கு இதே நேரத்துல நீ தனியா இங்க வரணும். உன் கூலி போட்டாலும் கூட வரக்கூடாது. அது மட்டும் இல்ல, உன் பேர குழந்தையோட உயிருக்கு ஒரு சின்ன பரிசும் கொண்டு வர. ரொம்ப சின்ன பரிசு தான், 2 கோடி ரூபாய். இந்த சின்ன பரிசை கூட கொடுக்க மாட்டேன்னு அடம் பிடிச்சேன்னு வெய்ய, குழந்தையோட டெட் பாடியை கூட கண்ணில் பார்க்க மாட்டேன். செட்டியாரை பத்தி தான் உனக்கு நல்லா தெரியும்ல. நீ புத்திசாலியாச்சே, சொன்னபடி செஞ்சுடுவ. പലതവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ പോലീസിൽ അറിയിക്കാമെന്ന്. സമ്മതിച്ചില്ലല്ലോ അപ്പനും മോനും. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, തീർച്ച. കരയാതെ മോളെ, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കുഞ്ഞിനെ ഞാൻ വീണ്ടെടുക്കും, എന്റെ ജീവൻ പോലും. ചന്തു, സർ, അയാൾ ചോദിച്ച തുക ക്യാഷായി ഏതായാലും നമ്മുടെ പക്കലുണ്ടാവില്ല. എന്ത് വിറ്റായാലും കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ആ തുക ഉടനെ ഉണ്ടാക്കണം. ക്ലുക്ക്. സർ, ക്യാഷ് മുഴുവൻ റെഡിയല്ലേ? റെഡിയാണ് സർ. പറഞ്ഞ തുക മുഴുവൻ ഇതിലുണ്ട്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഡാഡി, ഞാനും കൂടെ വരാം. വേണ്ട, എന്നോട് അവർ ഒറ്റയ്ക്ക് എല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് തീർക്കാൻ ഞാൻ തന്നെ മതി. लॉरेंस, रुक जाओ।
பாக்ஸ மேல வை. ஓபன் பண்ணு. லாரன்ஸ், நான் செய்யாத பழியை என் மேல சுமத்தினல்ல, அதுக்கு பிராய்ச்சித்தம் தான் இது. കുഞ്ഞോടെ டே சாம்சன், லாரன்ஸுக்கு குழந்தை வேணுமாடா?